ആണ്ടവർ നമ്മൾ മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കറുത്ത ദിവസം കൂടെ അവൻ നൽകിയിരിക്കുന്ന ദിവസത്തിൽ അവനെ നമുക്ക് സ്തുതിക്കാം, അവനെ നമുക്ക് മഹിമപ്പെടുത്താം, അവനെ പൂഴ്ത്താം. നമ്മൾ ഇന്ന് എപ്പിസോഡ് 137 താൻ വാസിക്കാൻ പോകുന്നത്, 137 താൻ പഠിക്കാൻ പോകുന്നത്. ഇത് ബൈബിൾ സ്റ്റഡി താൻ ഇന്ന് ഫിലിപ്പിയ ലേഖനം 4:2 എന്നാ ആണ്ടവർ നമ്മൾ പേശുന്നത് നമ്മൾ പഠിച്ചിടാം. അതിന് മുമ്പേ 4:1 നമുക്ക് പഠിച്ചിടാം. 4:1 വാസിച്ച് കഴിഞ്ഞിട്ട് 4:2 നമുക്ക് പോയിടാം. 4:1 എന്നാ சொல்லுது, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, ഇങ്ങ അപ്പോസ്തലനായ പൗലോസ് சொல்லுது, സഹോദരന്മാരോട് சொல்லுது. അവൻ என்ன சொல்லுது സഹോദരന്മാരോട്? ആണ്ടവരാൽ നമ്മൾ അവൻ്റെ പ്രിയർ, ആണ്ടവർക്ക് പ്രിയർ മറ്റുമല്ല അവനും പ്രിയവര് എന്ന് சொல்லுது. അതായത് അവർ சொல்லுது, എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ, അതായത് നിങ്ങൾ എൻ്റെ നിങ്ങൾ എനിക്ക് പ്രിയമാനവർ താൻ, എനിക്ക് നിങ്ങളോട് ரொம்ப സന്തോഷമുള്ള, നിങ്ങളെ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന അതേ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. അത് മറ്റുമല്ല, എൻ്റെ സന്തോഷം, എനിക്ക് ആണ്ടോട് നൽകിയിരിക്കുന്ന ആ സന്തോഷം നിങ്ങളിൽ കൂടെ എനിക്ക് കൂടുതൽ ബലപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ആണ്ടോട് സന്തോഷം എനിക്കും നിങ്ങളോട് ചൊല്ലുകയാണ്. എൻ്റെ സന്തോഷമാണ് നിങ്ങൾ സഹോദരന്മാരെ, നിങ്ങൾ ആണ്ടവർക്ക് പ്രിയമാനവർ താൻ. അത് മറ്റുമല്ല, നിങ്ങൾ എനിക്കും പ്രിയമാനവർ താൻ. കാരണം നിങ്ങളെ പാക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്നെ പറ്റിയും വർദ്ധിച്ചിടും എന്ന് ചൊല്ലിട. സന്തോഷവും എൻ്റെ കിരീടവുമായുള്ളവർ. അത് മറ്റുമല്ല, നിങ്ങൾ താൻ എൻ്റെ കിരീടം. എന്നാ சொல்லுது அப்போஸ்தலனாയ പൗലോസ്? എന്നാ சொல்லுது? എൻ്റെ കിരീടം. അതായത് കിരീടം നമുക്ക് எப்போ கிடைக்கும்? அது ரிவார்டு தான். அது ரிவார்டுன்னு சொல்லிയാൽ അത് ആണ്ടവർ കൊടുക്കുന്ന നമ്മൾ ചെയ്യുന്ന പ്രതിഫലമാണ് താൻ. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലനായ പൗലോസ് சொல்லுது, നിങ്ങൾ താൻ എൻ്റെ കിരീടം. അതായത് എൻ്റെ കിരീടം ആണ്ടവർ തരുന്നതിലും പെരിയ ഇതായിട്ടിരിക്കെ നിങ്ങൾ താൻ എൻ്റെ പ്രിയ സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ കിരീടമായിരിക്കുന്നു. ആണ്ടവർ എനിക്ക് കിരീടം തരും, അത് ശരിയില്ല. എന്നാൽ എൻ്റെ കിരീടം നിങ്ങളിൽ കൂടെ താൻ കിടച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ താൻ എൻ്റെ മുഖ്യമായ വിഷയം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കിരീടമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. അതുകൊണ്ട് നിങ്ങൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വായിച്ചിട്ട് നിങ്ങൾ കർത്താവിൽ നിലനിൽപ്പിൻ. നിങ്ങൾ ചഞ്ചലപ്പെടാതെ, നിങ്ങൾ ഭാരപ്പെടാതെ, നിങ്ങൾ ഓടിപ്പോവാതെ, നിങ്ങൾ എന്നാ പറയണം? കർത്താവിൽ നിലനിൽപ്പിൻ. നിങ്ങൾ എപ്പടി നിലനിൽക്കണം? കർത്താവിൽ നിന്ന് ആണ്ടവരായ യേശു ക്രിസ്തുവിൽ നിലനിൽപ്പീൻ എന്ന് ചൊല്ലുക. നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ. പിന്നെ ചൊല്ലുക, നിങ്ങൾ എൻ്റെ പ്രിയമാനവർ താൻ, നിങ്ങൾ എൻ്റെ പ്രിയമാനവർ താൻ. ഇങ്ങനെ നമ്മൾ എത്ര കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, എൻ്റെ പ്രിയരും, അത് 1. 2 എൻ്റെ വാഞ്ചിതരും. 2 അത് മാത്രമല്ല, സഹോദരന്മാരെ എൻ്റെ സന്തോഷവും. 3 എൻ്റെ കിരീടവുമായുള്ളവരെ, എൻ്റെ 4 കാര്യം. അതായത് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ சொல்லுது, നിങ്ങൾ ഈ 4 കാര്യം, നിങ്ങൾ ആണ്ടവരാൽ നിങ്ങൾ ജനിക്കപ്പെട്ടവർ, നിങ്ങൾ ആണ്ടവരുടെ പുത്രന്മാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രിയമാനവർ താൻ, നിങ്ങൾ എൻ്റെ എനിക്ക് എൻ്റെ സന്തോഷം നിങ്ങൾ താൻ, എൻ്റെ വാഞ്ചിതർ. ഇംഗ്ലീഷിൽ therefore my brethren, dearly beloved and longed for my joy and crowd, so stand fast in the Lord and dearly beloved. dearly ഇത് വാഞ്ചിതർ ഇംഗ്ലീഷിൽ சொல்லுது dearly. അന്നേരം നമുക്ക് തിരിയും, അപ്പോസ്തലനായ പൗലോസ് അവനാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരോടും അവരെന്നാ சொல்லுது, അവൻ്റെ കിരീടം താൻ. ഈ വിശ്വാസികൾ അതിന് മുന്നാടി നമുക്ക് തിരിയും. ഫിലിപ്പിയയിലെ അപ്പോസ്തലനായ പൗലോസ് താൻ അങ്ങ് വേല പണിയാச்சு. അന്നേരം അവർ രക്ഷിക്കപ്പെട്ട്, അല്ലെങ്കിൽ ആണ്ടവരുടെ പക്കത്തിൽ വന്ന് അവർ സഹോദരന്മാരായിരിക്കുമ്പോൾ അവരെല്ലാം എൻ്റെ കിരീടമാണ് എന്ന് ചൊല്ലും. അതായത് നമ്മളും വിചാരിക്കേണ്ട കാര്യം, നമ്മൾ വേല പണുമ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ മക്കളെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേല ചെയ്ത് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ നിങ്ങളുടെ കിരീടമായി മാറിടും.
നല്ലപോലെ വിസാരിക്കണം. നമ്മുടെ കിരീടം എന്താ? ആണ്ടോട് നമുക്ക് തരുന്ന കിരീടം ഇതാണ് കിരീടം. നിങ്ങൾ എത്ര കിരീടം നിങ്ങൾക്ക് ആണ്ടവരുടെ മുമ്പിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും? അതായത് നിങ്ങൾ ആണ്ടവരെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആണ്ടവർ നിങ്ങളോട് പേശി നിങ്ങൾ ആണ്ടവരിലേക്ക് നിങ്ങൾ മക്കളെ കൊണ്ടുവരുമ്പോൾ അത് നിങ്ങളുടെ സഹോദരന്മാർ ആണ്ടവർ നിങ്ങളുടെയും അപ്പാതാൻ നിങ്ങൾ ആണ്ടവർ സഹോദരന്മാരായിരിക്കുമ്പോൾ എന്നായിരിക്കും? നിങ്ങൾ എൻ്റെ പ്രിയമാനവർ, നിങ്ങൾ എൻ്റെ പ്രിയരും എൻ്റെ വാഞ്ചിതർ, എൻ്റെ ഡിയർലി ബിലവേഡ്, എനിക്ക് ரொம்ப പ്രിയമുള്ള മക്കൾ സഹോദരന്മാർ, എൻ്റെ സന്തോഷവും കിരീടവും, എൻ്റെ ജോയ് അല്ലെങ്കിൽ എൻ്റെ സന്തോഷം അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വരുന്ന സന്തോഷം നിങ്ങൾ താൻ എൻ്റെ കിരീടം. അതുകൊണ്ട് നിങ്ങൾ എന്നാ പറയണം? നിങ്ങൾ പിടിച്ച വിശ്വാസത്തിൽ നിലനിൽപ്പീൻ. ആണ്ടവരെ നിങ്ങൾ പിടിച്ച വിശ്വാസത്തിൽ നിലനിൽപ്പീൻ എന്ന ഇங்கே അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്നത്. ഈ 2-ാം വാക്യത്തിൽ കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ കർത്താവിലേക്ക് ചിന്ത, അതായത് നിങ്ങളുടെ ഫോക്കസ് എന്നായിരിക്കണം? കർത്താവ് താൻ, ആണ്ടവർ താൻ നിങ്ങളുടെ ഫോക്കസ്. അതായത് നിങ്ങൾ ആണ്ടവരിൽ നിങ്ങൾ എന്നെ പറയണം? നിങ്ങൾ ഇങ്ങനെ വായിക്കുന്ന ഏക ചിന്തയോട്, അതായത് നിങ്ങളുടെ ചിന്തയെല്ലാം എங்கே ഇരിക്കണം? കർത്താവിൽ താൻ വേണം. ഏക ചിന്തയോടെ ഇരിപ്പീൻ. ഞാൻ യുവതിയെയും സുന്ദോഖയെയും പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനെ 2 പേരുടെ പേര് ഇങ്ങനെ ചൊല്ലിടുകയാണ്. യുവതിയെയും സുന്ദോഖയെയും പ്രബോധിപ്പിക്കുന്നു. അവരെ പറ്റിയാണ് ചൊല്ലുന്നത്. നിങ്ങൾ അവരോട് ചൊല്ലുകയാണ്, നിങ്ങൾ മറ്റുള്ള സഹോദരന്മാരെൻ്റെ കിടാകുമ്പോൾ നിങ്ങളും എൻ്റെ പ്രിയമാനവർ താൻ, എൻ്റെ പ്രിയ സഹോദരൻ താൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചൊല്ലുകയാണ്. എങ്കിൽ ഐ ബിസീച്ച് യുവതിയോസ് ആൻഡ് ബിസീച്ച് Syntyche that they be same mind in the Lord. അവരും അതേ മനസ്സുള്ളവരായി തീരണം. അന്നേരം അവർ ചിലപ്പം തെറ്റിപ്പോയായിരിക്കാം. എന്നാൽ ഇங்கே അപ്പോസ്തലനായ പൗലോസ് എന്ന ചൊല്ലുന്നത്, നിങ്ങൾ എൻ്റെ പ്രിയമാനവരാണ്, നിങ്ങൾ ആണ്ടവരെ നിങ്ങൾ നേസിച്ചവരാണ്, ആണ്ടവരെ നിങ്ങൾ സ്വീകരിച്ചവരാണ്, നിങ്ങൾ ആണ്ടവരാൽ നിങ്ങളെ പാപത്തിൽ നിന്നും വേർപെടുത്തിയവരാണ്, നിങ്ങളെ ആണ്ടവർ നിങ്ങളെ നേസിച്ച് ആണ്ടവരുടെ മക്കളായാണ്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എൻ്റെ പ്രിയ സഹോദരന്മാർ താൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ വഴി തെറ്റാതെ നീ ആണ്ടവരെ തന്നെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ചൊല്ലുക. 3-ാം വാക്യത്തിൽ സാക്ഷാൽ ഇണയാളി ആയുള്ളവേ എൻ്റെ ഇൻട്രീഡ് ദി ഓൾ ട്രൂ യോക്ക് ഫെലോ. ഇണയാളി ഇണയാളി നമ്മുടെ ഇണയെന്ന് പറഞ്ഞാൽ നമ്മളെ അതായത് നമ്മുടെ കൂടെ നടക്കുന്ന ആൾ. അതായത് ഇണയെന്ന് പറഞ്ഞാൽ നമുക്ക് തരും. ഇണയെന്ന് ചൊല്ലിയാൽ ഭാര്യ ഭർത്താവിനെ നമ്മൾ എന്നെ ഇണ, അതായത് അവര് പാദത്തോട് പാദം ചേർന്ന് നടക്കും. ഓരോ കാര്യത്തിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച്. ഇங்கே എന്നാ ചൊല്ലുക? ഇங்கே അപ്പോസ്തലനായ പൗലോസ് എന്നാ ചൊല്ലുക? നിങ്ങൾ ഇണയാളി, അതായത് നിങ്ങൾ എൻ്റെ കൂട്ടവകാശികൾ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്നവർ, എന്നോട് ഒപ്പം നടക്കുന്നവർ. അതായത് ഇംഗ്ലീഷ് ചൊല്ലുന്നത് നിങ്ങൾ എന്നെ ചൊല്ലുന്നത് തിരുമോ യോക്ക് ഫെലോ. അതായത് ഇங்கே சொல்லுന്ന നമുക്ക് പിടിയണം. ഇங்கே அப்போஸ்தலனாയ പൗലോസ് எப்படி காளையை നമ്മൾ വേല ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ വ്യവസായത്തിന് വേണ്ടി ഇറക്കുമ്പോൾ അതിൻ്റെ കഴുത്തിലൊരു യോക്ക് അല്ലെങ്കിൽ ഒരു നുഹം വെച്ചിടും. ആ നുഹം വെക്കുന്ന 2 പേരും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ എന്നാ பண்ணுவா? ആ 2 കാളയും ഒരുമിച്ച് നടക്കും. അല്ലെങ്കിൽ കാളവണ്ടി പാക്കുമ്പോൾ നമുക്ക് തരും അതിൻ്റെ രണ്ട് കാളയെ ഒരു കാള ഈ സൈഡിലും ഒരു മറ്റേ സൈഡിലും അവർ പിന്നെ പോകുന്ന എപ്പടിയാ? ഒരേ വഴിയിൽ. இப்போ ഈ കാളയ്ക്ക് இப்படி போகணும், ഈ കാളയ്ക്ക് இப்படி போகணும், அப்படி போக முடியாது. അതായത് നിങ്ങൾ പോകുമ്പോൾ ഒരേ വഴിയിൽ താൻ പോകണം, ഒരേ വഴിയിൽ. അതായത് അതാണ് ഇണ എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ സ്നേഹത്തിൽ ഐക്യത്തിൽ നിങ്ങൾ എന്നോടൊപ്പം കൂടെ പോകണം. നിങ്ങൾ ഫെലോ യോക്ക് എടുക്കുന്നവർ അല്ലെങ്കിൽ ഫെലോ ഇത് ചുമക്കുന്നവരാണ് എന്ന് ചൊല്ലുകയാണ്.
ഇണയായുള്ളവ അവർക്ക് തുണ നിൽക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് തുണ നിൽക്കണം. അതായത് ഇത് നമുക്ക് വാസിക്കുമ്പോൾ നമുക്ക് പൊടിയും യുവതിയെയും സുന്ദരിയെയും പറ്റി ഇങ്ങനെ പ്രബോധിപ്പിക്കണം. അവരോട് താൻ ഇത് പേശിയത്, അവരോട് എന്നാ சொல்லுது, നിങ്ങൾ ഇണയാളികൾ താൻ, നിങ്ങൾ ഒരേ കഴുത്തിൽ ഒരേ മുഖം വെച്ചുകൊണ്ട് നടക്കുന്നവർ താൻ, ഒരേ വഴിയിൽ പോകുന്നവർ താൻ. നിങ്ങൾ എന്നെ വേണം, നിങ്ങൾ എന്നാൽ ഇളയാളുകളെ അവർക്ക് തുണ നിൽക്കണം. നിങ്ങൾ മറ്റുള്ളവർക്ക് തുണ നിൽക്കണം. അത് തന്നെയല്ല, നിങ്ങൾ തമ്മിലും തുണ നിൽക്കണം. അതായത് നിങ്ങൾ തുണ നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു യോക്കിൽ അല്ലെങ്കിൽ ഒരു മുഖത്തിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തുണ നിൽക്കണം. ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഇനി ഇങ്ങനെ നമ്മൾ പിന്നെ വാസിക്കുന്നത് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത്, അതായത് ആണ്ടവരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റും, നമ്മൾ ജീവപുസ്തകത്തിൽ നമുക്ക് പേര് ഉണ്ടായിരിക്കും. അന്നേരം ഇങ്ങനെ சொல்லுது, അതായത് വിശ്വാസികൾ ആണ്ടവരെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്. ജീവപുസ്തകത്തിൽ ഉള്ള അന്നേരം ഇങ്ങനെ சொல்லுது, നിങ്ങൾ എന്നാ ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി, അതായത് നീ മറ്റുള്ള ക്ലേമന്ത് അങ്ങനെ മറ്റുള്ള സഹോദരന്മാർ അവർ എൻ്റെ കൂട്ടുവേലക്കാർ താൻ, അവർ എന്നോട് കൂടെ വേല ചെയ്യുന്നു. ശരിയാ, അപ്പോസ്തലനായ പൗലോസ് എங்கே ഇരിക്കുകയും அப்போஸ்தலன் பவுலோஸ் ஜெயிலில் தான் கிடைக்கு. എന്നാൽ അവൻ சொல்ல എൻ്റെ കൂട്ടുവേലക്കാർ, അവൻ എൻ്റെ കൂടെ വേല ചെയ്യുന്നവർ താൻ. ഈവൻ അവൻ വേല, അതായത് അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ വാസം பண்ணுவாണെങ്കിലും അവർ അപ്പോസ്തലനായ പൗലോസിൻ്റെ വേല അവരും பண்ணுவோம். അതായത് അതുകൊണ്ടാണ് ഇങ്ങനെ சொல்லுது, നിങ്ങൾ എന്നാ சொல்லுது, നിങ്ങൾ ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്തിലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി, അതായത് എൻ്റെ സഹപ്രവർത്തകരുമായി അല്ലെങ്കിൽ എൻ്റെ കൂടെ വേല ചെയ്യുന്നവരായ മുതലായ വേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ കോണത്തിൽ പോരാടിയിരിക്കുന്നു. ഇത് ആരുതാണ് ക്ലേമന്ത്? അത് സ്ത്രീതാണ്. അവർ എന്നെ പണിയിരിക്കെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിക്കുന്നു. അവർ എന്നെ വേല പണുക, ആണ്ടവരുടെ വേല അല്ലെങ്കിൽ ആണ്ടവരുടെ സുവിശേഷം சொல்வாൻ വേണ്ടി അവർ എൻ്റെ കൂടെ നിന്നാച്ചേ. അന്നേരം ഇങ്ങനെ സഹോദരന്മാർ மட்டுമല്ല, സഹോദരിമാരും അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം എന്നെ പണിയാച്ചേ, സുവിശേഷ വേല பண்ணுവാൻ വേണ്ടി ഒരു കൈയോടെ അല്ലെങ്കിൽ ഒരേ മനസ്സോടെ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്താച്ചു. അതായത് അതുകൊണ്ട് നമ്മൾ വിചാരിക്കണം, നമ്മൾ മറ്റുള്ളവരെ നമ്മൾ താങ്ങാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ നമ്മൾ കഴുത്തിൽ മുഖം വെച്ചിരിക്കുന്ന ഒരേ വഴിയിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ്. അന്നേരം നമുക്ക് എന്താ പറ്റും? ആണ്ടവരുടെ സന്തോഷം. ഇതാണ് சொல்லுது, നിങ്ങൾ എൻ്റെ സന്തോഷവും എൻ്റെ കിരീടം, നിങ്ങൾ താൻ എൻ്റെ സന്തോഷവും കിരീടം. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞാച്ച്. നമുക്ക് ഇനിയും നമ്മൾ അടുത്ത വാക്യം നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് പഠിച്ചിടാം. ആണ്ടവർ നമ്മളെ ആശീർവദിക്കട്ടെ, ആണ്ടവരുടെ കൃപ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ, ആണ്ടവരുടെ സകല സ്നേഹവും സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. ആമേൻ.